എല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെയാണല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ടെന്ന് പറയും നമ്മൾ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് ഒരു കത്രിക, ഇതാണ് കത്രിക പൂട്ട്. ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവര് ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിലിരിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന പീഠത്തിലിരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നവനാ ഞാൻ, അല്ലേ? നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാലോ, നിലമ്പൂരിലെ ജനങ്ങൾക്കറിയല്ലോ, കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. ഞാൻ ഈ പറയുന്ന ആശയത്തിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ നിങ്ങൾ കാണൂല. അവരെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴേ കാണുള്ളൂ. അവർ പ്രാർത്ഥനയിൽ അവർക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം അവർ ആശ്രിതരാണ്. ജീവിതത്തിന്റെ അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അതിലെല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്താ പറയാ, അവരുടെ മാനസിക സപ്പോർട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റിനെതിരെ വസ്തുനിഷ്ഠമായിട്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ആർക്കാ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് സത്യസന്ധമായി ആലോചിച്ചേക്ക്. ഇവിടെ ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പിണറായി സമടക്കം ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ. നാഷണൽ ഹൈവേ കേരളത്തിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് പൈസ കൊടുത്തത് ഞങ്ങളൊരു ഗവൺമെന്റായി എന്ന് പറഞ്ഞാണ് നിരന്തരമായി ഇവിടെ വാദം നടത്തി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ആ കടലാസ് ഞാൻ തരുമ്പോഴല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങൾ 50%, 100% കൊടുത്തു തരണം. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒരു കടലാസിട്ട് വന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഈ സർക്കാരിന്റെ മോശപ്പെട്ട എല്ലാ പ്രവർത്തികളും എന്ത് മോശപ്പെട്ടത് എന്താണെന്ന് പറയണ്ടേ? ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ആരാ കൗണ്ടർ ചെയ്തത്? എന്തെല്ലാം കൗണ്ടർ ചെയ്യാൻ അതിലുണ്ട്? ഇതിനൊന്നും ആർക്കും സഭയില്ല, ആർക്കും സമയമില്ല. എല്ലാ തീരുമാനത്തിന്റെ അടിസ്ഥാനം വേറെയാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറയേണ്ട ഘട്ടം വരും. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? കേരളത്തിൽ ജനങ്ങൾ പറയട്ടെ. അപ്പൊ എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ. അതാരാ? KC വേണുഗോപാൽ. എന്നൊക്കെ അറിയാം. അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയാ, അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല. അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്നത്ര ഓടുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. എത്ര പാർട്ടിയുണ്ട് UDF-ൽ ഘടകകക്ഷികളെന്ന് ആലോചിച്ച് നോക്കൂ. ഫോർവേഡ് ബ്ലോക്ക് ഞാൻ പറയണ്ടല്ലോ. ആ പാർട്ടി കമ്പ്യൂട്ടറിൽ മാത്രമാണ്, ഇത് സോഫ്റ്റ്വെയറിൽ മനുഷ്യന്മാരില്ല. ഘടകകക്ഷിയാണ്. ഇവിടെ 20 കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർക്ക്, തമിഴ്നാട്ടിലേക്ക്. അവിടെ ഈ പറയുന്ന കോൺഗ്രസും CPM-ഉം DMK-യും TMC-യും എല്ലാം ഒന്നാണ്. അപ്പൊ എന്ത് ന്യായമാണ് ഇതിനൊക്കെ? ഓരോ സംസ്ഥാനത്തും നടക്കുന്ന രാഷ്ട്രീയ അലയൻസുകൾ നമുക്കറിയില്ലേ? അപ്പൊ എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാല് പിടിക്കണം ഈ ഗവൺമെന്റിന് താഴെ ഇറക്കാൻ?
എനിക്കൊരു ചുക്ക് നിങ്ങൾ തരണ്ട. എന്റെ കൂടെ കുറെ മനുഷ്യന്മാരുണ്ട്. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും. എനിക്കൊരു പാർട്ടിയുണ്ട്, AITC, പാർലമെന്റിലെ 3ാമത്തെ പാർട്ടിയാ, 42 MP-മാരുള്ള, 200ഓളം MLA-മാരും മുഖ്യമന്ത്രിയുള്ള. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ടൊരു തീരുമാനത്തിന് പോകണ്ട, യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ, ദീദി വിൽ കം ദർ. TMCയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിസ്റ്റേഴ്സ്, വാട്ട് എവർ MPs യു റിക്വയർഡ്, യു ഗീവ് മീ ദ ഡീറ്റെയിൽസ്. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന MP-മാരുണ്ട്. അവർ വരും പ്രചരണത്തിന്. ദേ ആർ റെഡി ടു സപ്പോർട്ട് അസ്. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പൊ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാര് എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട K. സുധാകരൻ മിനിയാന്ന് കണ്ട വിവരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMPയുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിന്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവർക്ക് എന്തിനാ വരുന്നത്? അവർക്ക് എന്താ പറയാ, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണം എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ 5-8,000 കോടി രൂപ കോൺഗ്രസ്സുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാ, ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാ. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ വർക്ക്, ഇവർ വന്ന് പോയി. നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K. മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്നലെ 2 പ്രാവശ്യം കണ്ടു. ഞാൻ വൈകുന്നേരം ആബ് MP-യുടെ വീട്ടിൽ വെച്ച് കണ്ടു. പ്രയാസമുണ്ട് അവരിത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരം, മാന്യതയൊന്നും വേണ്ട. നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നഗ്നനായി നടക്കാണല്ലോ PV എന്ന് പറഞ്ഞു, അതൊന്നും ഉടുക്കാൻ. അപ്പൊ നോക്കാം നമുക്ക്. അസോസിയേറ്റ് ഘടകകക്ഷിയായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അത് പരസ്യമായി പറയാത്തതാണോ താങ്കൾക്ക് മുന്നിലുള്ള തടസ്സം? അല്ലേ, ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളമല്ല ഈ പറഞ്ഞത്. ഏത് മുന്നണിയില്? അതിനല്ലേ കത്ത് കൊടുത്ത് കാത്തു നിൽക്കണ മാഷേ. രമേശ് വിളിക്കുന്നു, സുധാകരൻ വിളിക്കുന്നു, ഇവരൊക്കെ കോൺടാക്ട് ചെയ്തു. പക്ഷെ VD സതീശൻ മാത്രം താങ്കളെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. താങ്കൾ പലതവണ അദ്ദേഹത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തെ ആണല്ലോ UDF ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ. അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ? അതിനാണല്ലോ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനുള്ള അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഈ നിമിഷം വരെ ഇല്ലല്ലോ. ഒരു കാര്യം, അങ്ങേ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ മണ്ഡലത്തിലുണ്ടെന്ന് പറഞ്ഞു. പാർട്ടി സംസ്ഥാനമാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, താങ്കൾ നിലമ്പൂരിൽ മത്സരിക്കുന്നു ഈ ബൈ ഇലക്ഷൻ. അതൊക്കെ അത് 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്.
അതിലെ തീരുമാനം. അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷയുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ ശ്രമിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത്. KCയുടെ കൂടെ 5 വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാ. അദ്ദേഹം KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് KSU എന്താ പറയാ മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് എന്താ പറയാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. കാരണം അദ്ദേഹം 2001 MLA ആയിട്ട് വരുന്നത്. നമ്മൾ 2004, 2005 കൂടിയിട്ട് എന്തായി DICയും ബാക്കിയുള്ളതായിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. അപ്പം 80 തൊട്ട് 2001 വരെയല്ലേ 20 കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ്. അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്തായി നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അല്ല, അതിനി UDF തീരുമാനിക്കട്ടെ, നമുക്ക് നോക്കാം. VD സതീശൻ പറയുന്ന ഒരു കാര്യം, PV അൻവർ UDFനും അതുപോലെ തന്നെ ആര്യാട് ചോക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കട്ടെ, പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ അതിനുശേഷം മുന്നിലെ പ്രവേശനമായി അല്ല, അത് ഞാൻ KCയായി സംസാരിക്കട്ടെ. ഇപ്പം രമേശ് ചെന്നിത്തലയും കെ സ്വാമിനോടൊപ്പം നിരന്തരം സംസാരിക്കുന്നു പറയുന്നു. അപ്പോൾ പലതവണ ഈ കത്ത് കൊടുത്തു, സംസാരിച്ചു, ഈ നിലപാട് വ്യക്തമാക്കാൻ VD സതീശനോട്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായിട്ടൊക്കെ തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്. UDF ഒരു തീരുമാനമല്ലാന്ന് തോന്നുന്നുണ്ടോ? ആര്? VD സതീശൻ ഇപ്പൊ പറയുന്നുണ്ട്. അല്ല, അതിനെ പറ്റിയൊന്നും ഞാൻ പറയാനില്ല. എനിക്ക് ഇനി ബഹുമാനപ്പെട്ട KCയെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളൂ. KCയുടെ തീരുമാനം വരുന്നവരെയും താങ്കൾ മത്സരിക്കാനുള്ള സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. അല്ല, മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഈ തൃണമൂൽ ദേശീയ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തൃണമൂൽ ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഘടകകക്ഷിയാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നാണ്. ആ ഒരു സാഹചര്യം ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അല്ല, അത് KCയായിട്ട് സംസാരിക്കാമല്ലോ. അതാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ, അല്ലേ? എന്താണ് ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അപ്പൊ അതിലും താഴെയാണോ PV അൻവർ? അതാണല്ലോ അതിന്റെ അടിസ്ഥാനം. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചെടുത്തനല്ലേ ഇതിന്, അല്ലേ? അതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് KCയോടൊന്നും ചോദിക്കണ്ടേ? അങ്ങ് പ്രതീക്ഷിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് UDFുമായി സഹകരിപ്പിക്കാം എന്നൊരു പരസ്യമായ അനൗൺസ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ ഞാൻ KC ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ KCയുമായി സംസാരിച്ചതിന് ശേഷമേ ഞാൻ അതിന്റെ മുകളിൽ തീരുമാനം എടുക്കും. 15-ാം തീയതി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ഡിക്ലറേഷൻ നടത്താമെന്ന് VD സതീശന് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് VD സതീശൻ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് കരുതുന്നത്? ഞാൻ പറഞ്ഞു വിശദീകരിക്കാൻ, അത് വിശദീകരിക്കേണ്ട ഒരു ഘട്ടം ചിലപ്പോൾ വരും. ചിലപ്പോൾ വരും. മനസ്സിലായോ? എങ്ങനെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും PV അൻവറിനെ ഡിക്ലെയർ ചെയ്യാത്ത എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാനിത് പറഞ്ഞ് കുളങ്ങരക്കാൻ നിൽക്കുന്നില്ല. വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട്. ഇപ്പൊ എന്താണെന്നറിയോ? അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റു സംഘടനാ പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അവര് വലിയ നിരാശയിലും വേദനയിലാണ്. അവരുടെ നെഞ്ചത്ത് ചവിട്ടാൻ ഞാൻ ഇപ്പില്ല. അതിന് വില കൽപ്പിക്കുന്നവനെ ഞാൻ സാധാരണക്കാരായ പ്രവർത്തകർക്ക്, UDFന്റെ പ്രവർത്തകർക്ക്. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ഞാൻ പറയുന്നില്ല. പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറഞ്ഞതും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആയതെന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നോക്കാം. ഇത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇതിലൊക്കെ ഒരു 8 മിനിറ്റ് ഞാൻ എന്താ ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട. അദ്ദേഹം ഇതിൽ പൂർണ്ണമായും കുറ്റക്കാരനാണെന്ന അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച 1-2 ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഈ സാധുക്കൾക്ക് വേണ്ടി, ഈ മനുഷ്യർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത്.
ആ ജനങ്ങളോടാണ് എനിക്ക് ഇനി സംസാരിക്കാനുള്ളത്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും, അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. കേസിയുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ മത്സരിക്കാനാണ് തീരുമാനം. ഒരു സംശയം കരുതണ്ട. TMCയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും. മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാര് വരും, അവരുടെ MP-മാര് വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും. ഒരു തർക്കവും കാര്യത്തിലില്ല. അല്ല, UDF എടുത്തില്ലെങ്കിൽ മാത്രമല്ല, KC-യുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു, ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ, അതല്ല ചൊറി പിടിച്ച അനുവരണ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ, ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയും. പൊന്നാര മാഷേ, ഇതല്ലേ ഈ പറയുന്നത്? നിങ്ങൾ ഈ പറഞ്ഞെന്നെ പറയിക്കല്ലേ? കേസിനെ കണ്ടിട്ടത് പറയുന്നില്ലേ? സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള ഉറപ്പ് PV അൻവർ നേരത്തെ UDF നേതൃത്വം തന്നിരുന്നു. നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്കി നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ? പബ്ലിക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക്, കോൺഗ്രസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെയായി. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണല്ലോ ഇപ്പം ഇന്നത്തെ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട്, ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന്. പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ പലരും തന്നെ പറയുന്നത്, ഈ യോഗത്തിലൊക്കെ പറഞ്ഞതും ഔട്ട്സ്പോക്കൺ ആണ് ഈ PV അൻവർ. അല്ല, ഔട്ട്സ്പോക്കൺ കാര്യം ഇപ്പം വിശദീകരിച്ചല്ലോ അല്ലെ? ഐ എം ആൻ ഔട്ട്സ്പോക്കൺ പേഴ്സൺ, ഐ എം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക്. അതാണുള്ള പ്രശ്നം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ ആണെന്നുള്ളൊരു നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല. ജനങ്ങൾ എന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അതെനിക്ക് സാധിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. യെസ്, ഐ എം എ ഔട്ട്സ്പോക്കൺ പേഴ്സൺ. അല്ല, പക്ഷെ അത് മുന്നണിക്കുള്ളിൽ ഒതുങ്ങുമോ? പണ്ട് PC ജോർജിന്റെ ഒക്കെ അനുഭവം UDF-നുള്ളതാണ്. PC ജോർജ് അത് വിട് നിങ്ങൾ. PC ജോർജ് ഞാൻ എന്താ കുറെ കാലമായി നിങ്ങൾ PC ജോർജ് അവര് ഞാനിട്ട് എന്താ ബന്ധം? അല്ലെ, എന്താ ബന്ധം നിങ്ങൾ പറ. ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. PC ജോർജ് സംസാരിക്കുന്ന അവന്റെ കാര്യ. KC-യുമായി സംസാരിച്ച് പ്രതീക്ഷിക്കുന്ന തീരുമാനം എന്താണ്? അല്ല, അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളോട്? ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിർത്തുന്നു. UDF പ്രഖ്യാപനം വരാൻ വൈകിയ കാരണം നിലമ്പൂർ ഇലക്ഷൻ ഞാൻ ഒറ്റ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്.